ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇവ ഇവിടെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്താ കിട്ടിയ സമയത്ത് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ അധികം ആൾക്കാർക്ക് ആ ഒരു ആപ്ലിക്കേഷനെ പറ്റി അറിയുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് അങ്ങനെ അധികം വീഡിയോസ് ഒന്നും കണ്ടില്ല. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു മണി ഏർണിംഗ് ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ പേര് ഹൈബോസ് എന്നാണ്. അപ്പോൾ ഇതിൽ മെയിൻലി നമുക്ക് റീസെല്ലിംഗ് ആണ്. അതല്ലാണ്ട് നമുക്ക് പ്രോഡക്റ്റ്സ് ഷെയർ ചെയ്യാം, ജസ്റ്റ് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റീസെല്ലിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. മാസം നല്ലൊരു എമൗണ്ട് അവർ ഏൺ ചെയ്യുന്നുണ്ട്. കൂടുതലും വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിലും ഒരു പാർട്ട് ടൈം ആയിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ടൈം ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു റീസെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ഫാക്ടറി പ്രൈസിലാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൽ എല്ലാ പ്രോഡക്ട്സിനും ഫ്രീ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. അതായത് നമ്മൾ ഇതിന് ഏത് പ്രോഡക്ട്സ് വാങ്ങിയാലും നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും ഫ്രീ ഷിപ്പിംഗ് ആണ്. പിന്നെ ഫ്രീ ക്യാഷ് ഓൺ ഡെലിവറി ആണ് കേട്ടോ. നമുക്ക് എവിടെ വേണമെങ്കിലും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്, ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസിലുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ കയറി നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ഒരുപാട് കാറ്റഗറീസിലുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട്. പിന്നെ ഇതിലെ എല്ലാ പ്രോഡക്ട്സിലും ഒരു ഫിക്സ്ഡ് ക്യാഷ് ബാക്ക് കിട്ടും കേട്ടോ. നമുക്ക് ബാക്കിയുള്ളത് പോലെ അല്ല, നമുക്കിതിൽ ഏത് പ്രോഡക്റ്റ്സ് വാങ്ങിയാലും അതിൽ മിനിമം ഒരു ക്യാഷ് ബാക്ക് നമുക്ക് ഉണ്ടാവും. ഇനി അതുപോലെ നമുക്ക് കുറച്ചും കൂടി ഏൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു മാർജിൻ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു ലിമിറ്റിനുള്ളിൽ നമുക്കൊരു മാർജിൻ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞാൽ ഇതിൽ റീസെല്ലിംഗ് മാത്രമല്ല, നമുക്കിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവർ സെല് ചെയ്യുന്ന അനുസരിച്ച് അതിൻ്റെ കമ്മീഷൻ കൂടി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ഫ്രണ്ട്സ് എത്ര ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നു, അവരെത്രത്തോളം സെല് ചെയ്യുന്നു, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കമ്മീഷൻ നമുക്ക് കിട്ടും. നമ്മളപ്പോൾ ഒരു 5-6 ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ടീം ലീഡറായി. പിന്നെ നമ്മൾ ടീം ലീഡറാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് നമ്മുടെ ടീം മെമ്പേഴ്സ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർ വർക്ക് ചെയ്യുന്ന അനുസരിച്ച് അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അപ്പോൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു കോഡ് ചോദിക്കുന്നുണ്ട്. ആ ഒരു കോഡും കൂടി എൻ്റർ ചെയ്ത് കൊടുത്തതിനാൽ അപ്പോൾ തന്നെ നമുക്ക് ഒരു ബോണസ് എമൗണ്ട് ക്രെഡിറ്റ് ആവും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനോട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണുന്നുണ്ടോ. അപ്പോൾ ഞാൻ ഇതിനെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പേജിലോട്ട് എത്തും. ഇവിടെ ഹൈബോസ് ആപ്ലിക്കേഷനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ഫീൽഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ OTP വെരിഫിക്കേഷൻ ഉണ്ട്. അത് കഴിയുമ്പോൾ ഇങ്ങനെ എഴുതി കാണിക്കും, കൺഗ്രാറ്റ്സ് യുവർ ഹൈബോസ് സെല്ലർ എന്നും പറഞ്ഞ് കാണിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ തന്നെ കാണിക്കണേ. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് ഡൗൺലോഡ് ഹൈബോസ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിന് താഴെയുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി അവിടെ നിന്ന് ഹൈബോസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ റെഫറൽ കോഡ് ചോദിക്കുക. അപ്പോൾ ഈ താഴെ കാണുന്ന റെഫറൽ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ബോണസ് കിട്ടും. അത് തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ ഷോപ്പിന് നെയിം കൊടുക്കുക, പ്രൊഫൈൽ പിക്ചർ കൊടുക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിയുമ്പോൾ നമ്മളിവിടെ ന്യൂ കമേഴ്സ് എന്ന് പറഞ്ഞൊരു ഇത് കണ്ടോ. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ന്യൂ കമേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓഫറാണ്. അപ്പോൾ നല്ല ഡിസ്കൗണ്ടിലാണ് ഈ പ്രോഡക്റ്റ്സ് ഒക്കെ കിടക്കണേ. 99 റുപ്പീസ്, 199 റുപ്പീസ് ഒക്കെ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് ഫസ്റ്റ് തന്നെ ഷോപ്പ് ചെയ്യാം, അതിൽ നിന്ന് സെല് ചെയ്യാം. ഈ ഒരു പ്രോഡക്റ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1 ടൈമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം ഇതിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ന്യൂ കമർ അല്ല. അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് സെല് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് കാറ്റഗറീസിലുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട്. വുമൺസ് ക്ലോത്തിങ്, മെൻ ഷൂസ്, മെൻ ക്ലോത്തിങ്, ജ്വല്ലറി, ആക്സസറീസ്, ഹോം ആൻഡ് ലിവിങ്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇതിൽ ജ്വല്ലറീസ് എന്ന് പറയുന്നതിനകത്ത് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ബ്രേസ്ലെറ്റ്സിനകത്തൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. അവന് സെലക്ട് കോസ്റ്റ് ആപ്ലിക്കേഷനിൽ നിന്ന് കാണിച്ച കുറച്ച് പ്രോഡക്റ്റ്സ് ഇല്ലേ, അപ്പോൾ അതേപോലത്തെ കുറച്ച് ബാംഗിൾസ് ഒക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു കേട്ടോ. കളറൊന്നും പോയിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ സെയിം അതുപോലെ തന്നെ പ്രോഡക്റ്റ്സ് ഒക്കെ ഇതിലുണ്ട്.
അപ്പോൾ ഈ ഒരു സെറ്റൊക്കെ കണ്ടോ, ഈ ഒരു 12 പീസസ് ഉള്ള ഈ ഒരു ബാംഗിൾ സെറ്റിന് 349 റുപ്പീസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ സെല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെങ്കിലും 18 റുപ്പീസ് നമുക്ക് ക്യാഷ് ബാക്ക് ഉണ്ടാവും. പിന്നെ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇതിൽ ഫ്രീ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, പിന്നെ ഫ്രീ ഷിപ്പിംഗ് ഉണ്ട്. നമ്മൾ എന്ത് പ്രോഡക്റ്റ്സ് വാങ്ങിയാലും ഫ്രീ ഷിപ്പിംഗ് ഉണ്ട്. പിന്നെ 9 days റിട്ടേൺ പോളിസി ഉണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ്സ് ഇപ്പോൾ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാനൊക്കെ പറ്റും, ഒരു പ്രശ്നമില്ല. പിന്നെ മാക്സിമം നമ്മൾ പ്രോഡക്റ്റ്സ് വാങ്ങുമ്പോൾ റിവ്യൂസൊക്കെ നോക്കിയിട്ട് വാങ്ങാൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ്സ് നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഷെയർ ടു ഏൺ മണി എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാട്സാപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴി ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഏതെങ്കിലും സോഷ്യൽ മീഡിയ വഴി നമുക്കത് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മളത് ഡയറക്റ്റ് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇമേജ് മാത്രമേ പോവുള്ളൂ കേട്ടോ. നമുക്കിനി അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൂടി ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഈ ക്ലിപ്പ് ബോർഡിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് പേസ്റ്റ് അടിച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിത് കസ്റ്റമേഴ്സിന് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിലിപ്പോൾ പ്രൈസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, അതൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ്സ് കസ്റ്റമേഴ്സിന് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ബൈ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏത് അളവിലാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു സെറ്റ് മതി എന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ 1 കൊടുക്കുക. ഇപ്പം നമുക്ക് ഒന്നിലധികം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അതൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റും. ഇനി ജസ്റ്റ് കൺഫേം അടിക്കുക. ഇനിയിപ്പോൾ നമുക്കിവിടെ പ്രൈസ് സെറ്റ് ചെയ്യാനുള്ളതാണ്, നമ്മുടെ മാർജിൻ എമൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് 18 റുപ്പീസ് ഓൾറെഡി നമുക്ക് ക്യാഷ് ബാക്ക് ഉണ്ടാവും. അത് പോരാണ് നമുക്ക് എക്സ്ട്രാ ഇൻകം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു മാർജിൻ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. 350 to 419 റുപ്പീസിൻ്റെ ഉള്ളിൽ എത്ര രൂപ വേണമെങ്കിലും നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റും. അപ്പോൾ നമ്മളൊരു കാര്യം ഓർക്കുക, ഒരുപാട് പ്രൈസൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ആരും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങില്ല കേട്ടോ. നമുക്ക് റീസണബിൾ ആയിട്ട് തോന്നുന്ന ഒരു റേഞ്ച് വേണം നമ്മൾ പറയാനായിട്ട്. അപ്പം ഞാനിതൊരു 400 റുപ്പീസിനാണ് കേട്ടോ സെല് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ 12 ബാംഗിൾസൊക്കെ 400 റുപ്പീസിന് റീസണബിൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ഞാൻ 400 സെല് ചെയ്യുമ്പോൾ എനിക്ക് 68 റുപ്പീസ് കിട്ടും. ഇനി കൺഫേം അടിക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഇനിയിപ്പോൾ ഇവിടെ അഡ്രസ്സ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റമറിന് ഡയറക്റ്റായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ അഡ്രസ്സ് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ വാങ്ങിയിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് അവിടെ കൊടുക്കുക. അതിങ്ങനെ അഡ്രസ്സിന് താഴെയായിട്ട് നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് വഴിയിട്ടാണോ അതോ ക്യാഷ് ഓൺ ഡെലിവറി ആണോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ആണ് കേട്ടോ കൊടുക്കുന്നത്. അത് നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ടാവും. ഇതിനകത്ത് ശരിക്കും ഒരുപാട് വെറൈറ്റി പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ടീഷർട്ട്സ്, വാച്ചസ് ഒക്കെ ഉണ്ട്. അതിൽ സാരീസിൻ്റെ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ റേറ്റിംഗ്സ് റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട്. അത്യാവശ്യം നല്ല റേറ്റിംഗ്സ് ഒക്കെ ഉള്ളതൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. ഈ സാരി എനിക്ക് ഇഷ്ടമായി. അപ്പോൾ അതിനാണെങ്കിലും അത്യാവശ്യം റിവ്യൂസ് ഉണ്ട്, റേറ്റിംഗ്സ് ഉണ്ട്, അതുപോലെ ഇമേജസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കസ്റ്റമേഴ്സ് വാങ്ങിയിട്ട് ഇമേജസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഇങ്ങനെ നോക്കിയിട്ട് വാങ്ങാൻ നോക്കാം. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് ഏൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഡെയിലി റാങ്കിങ്, അതുപോലെ തന്നെ മന്ത്ലി റാങ്കിങ്, പിന്നെ നമ്മുടെ ഓരോ മാസത്തെ ഇൻകം, നവംബറിൽ എത്ര രൂപ ഏൺ ചെയ്തു, എത്ര ഓർഡേഴ്സ് പ്ലേസ് ചെയ്തു, അതുപോലെ തന്നെ എത്ര മെമ്പേഴ്സ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തു, അങ്ങനെ എല്ലാത്തിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള ഏർണിങ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇതിൽ നമ്മൾ മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഫസ്റ്റിലെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 റുപ്പീസേ കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ടീം ലീഡർ ആയി കഴിഞ്ഞാൽ നമുക്ക് 5 റുപ്പീസ് വെച്ചിട്ട് കിട്ടും. അപ്പോൾ ടീം ലീഡർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം 6 മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്താൽ മതി. അത് കഴിയുമ്പോൾ നമ്മൾ ടീം മെമ്പർ ആവും. അത് കഴിയുമ്പോൾ നമുക്ക് ഓരോ ഇൻവൈറ്റിനും 5 റുപ്പീസ് വെച്ചിട്ട് കിട്ടും. പിന്നെ ഇവിടെ അക്കൗണ്ടിൽ നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ കയറുമ്പോൾ നമ്മളൊരു VIP മെമ്പർ ആയിരിക്കും കേട്ടോ. ശരിക്കും VIP മെമ്പർഷിപ്പിന് 200 റുപ്പീസാണ്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം ഇതിൽ കയറുന്ന സമയത്ത് നമുക്ക് VIP മെമ്പർഷിപ്പ് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. നമുക്കിനി അടുത്ത മാസം, അതായത് നെക്സ്റ്റ് മന്തിൽ നമുക്ക് ഈ ഒരു VIP മെമ്പർഷിപ്പ് ഫ്രീ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് മന്തിൽ 1500 റുപ്പീസിന് മേലെ സെയിൽ ചെയ്തിട്ടുണ്ടായാൽ മതി. പിന്നെ നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ള ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ടൊക്കെ നല്ല ഈസിയാണ്. ഇവിടെ വിഡ്രോ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി.
അപ്പോൾ മിനിമം ഒരു $2 ഉണ്ടെങ്കിൽ നമുക്കിതിന് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിത് പേടിഎം വഴി വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നത് മാക്സിമം 1 to 7 ഡേയ്സിനുള്ളിൽ അക്കൗണ്ടിലോട്ട് ക്യാഷ് ട്രാൻസ്ഫർ ആവുന്നതാണ്. പക്ഷേ ഇതിനകത്ത് സാധാരണ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ക്യാഷ് ട്രാൻസ്ഫർ ആവാറുണ്ട്. അപ്പോൾ ഇതിൽ കുറേ എക്സ്ട്രാ റിവാർഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മളൊരു 7,000 റുപ്പീസിന് മേലെ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ 300 റുപ്പീസ് കിട്ടും. 14,000 മേലെ സെയിൽ ചെയ്താൽ 500 റുപ്പീസ് കിട്ടും. അപ്പോൾ നമ്മൾ എത്രത്തോളം സെയിൽ ചെയ്യുന്നോ അതനുസരിച്ച് നമുക്ക് വേറെ കുറേ ഓഫേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ മേലെ തന്നെ റീസെല്ലർ സ്റ്റോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള കുറേ ആൾക്കാരുടെ റിയൽ സ്റ്റോറീസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്ന ആളുകളൊക്കെ ഒരുപാട് ഏൺ ചെയ്യുന്നവരാട്ടോ. കുറച്ച് സമയം നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും എന്നാണ് ഇതിലെല്ലാവരും പറയണത്. പിന്നെ ഇതാ ഇവിടെ ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കുറേ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ മസ്റ്റ് സീ വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇനി എക്സ്ട്രാ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഹൈബോസ് ആപ്പ് എന്താണ്, അതുപോലെ അതിനെങ്ങനെയാണ് നമുക്ക് ഓരോന്ന് സെലക്ട് ചെയ്യേണ്ടത്, പ്രോഡക്റ്റ് സെല് ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കയറി നോക്കിയാൽ മതി. പിന്നെ നമുക്കിവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള വാട്സാപ്പ് നമ്പറും അവരുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ പ്രോഡക്റ്റ്സ് ഡെലിവർ ആയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ നമ്പറിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വെറുതെ നമ്മൾ വാട്സപ്പിലൊക്കെ ഒന്ന് സ്റ്റാറ്റസ് ഒക്കെ വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ആരെങ്കിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ എന്താ പറയുക, നമുക്ക് നഷ്ടമൊന്നും വരാനില്ലല്ലോ, 0 ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ. അപ്പോൾ കിട്ടിയാൽ കിട്ടി, പോയാൽ പോകാനായിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കോഡ് യൂസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പിന്നെന്താ, നമുക്കിനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.